എന്തുവാ? അതെ, ഞാൻ അവളോട് പറഞ്ഞാലോ എന്നുള്ള ഇതിലിരിക്കുന്നേ. പക്ഷെ എങ്ങനെ പറയുന്ന? നിന്റെ വല്ല വഴിയും ഉണ്ടോ? ഇത്ര നാളായിട്ട് പുറകെ നടന്നിട്ട് ഒരു വട്ടെങ്കിലും പറയാൻ പോയടാ. അത് പിന്നെ എല്ലാ തവണ അവളെ കാണുമ്പോൾ പറയണമെന്നുണ്ട്. പക്ഷെ അവളെ കാണുമ്പോഴത്തേന് എൻ്റെ കൈയും കല്ലും പറിക്കും. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരാം. എടി, ഇതൊക്കെ സിമ്പിള്. നിനക്കായ കൊണ്ടാ. നീ വാ, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. എന്തുകൊണ്ടെങ്കിലും ആട്ടെ, നീ ഇത് പെട്ടെന്ന് വന്നേ. ഈശ്വര, പണി പാലും നിർത്തി കിട്ടല്ലേ. ഇതാ അവളുടെ വീട്. അതൊക്കെ എനിക്കറിയാം. എന്നാ പോയി പറഞ്ഞിട്ടോ. ഇന്ന് പറയണോ? ഫ്രഷായിട്ട് നാളെ ഒന്ന് പറഞ്ഞ പോരെ? എന്നാ വാ പോ. എടാ നിക്ക് പോകല്ലേ. എൻ്റെ പ്രിയപ്പെട്ട നിത്യക്ക് അല്ല, എൻ്റെ പ്രിയപ്പെട്ട എന്നൊക്കെ വിളിക്കാറായോ? ഇനിയിപ്പോൾ ആവുമല്ലോ. അപ്പം പിന്നെ എഴുതാം. ഹലോ, എന്താടാ? ഞാനൊരു സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിക്കണം. പ്രശ്നമാവും. എന്ത് പ്രശ്നം? ഞാൻ ഇല്ലട കൂടെ. കൂട്ടുകാരാ, നീ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പം റെഡി ആക്കിയിട്ട് വിളിക്കാം. ഓക്കെ? എൻ്റെ പ്രിയപ്പെട്ട നിധി, നിന്നെപ്പറ്റി ചിന്തിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് വിലമതിക്കാനാകുന്നതിലും അധികമാണ്. നിൻ്റെ ആ ചിരിയിലെ പ്രിയവും ആ നനുത്ത ശബ്ദവും എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നീ കൂടെയുള്ള ഓരോ നിമിഷവും എൻ്റെ ചുറ്റുമുള്ളതെല്ലാം ഞാൻ മറന്നുപോകും. പ്രണയമാണ് നിന്നോട് എനിക്ക്. അത് വെറും വാക്കുകളിൽ പറഞ്ഞറിയിക്കാവുന്നതിലും അധികമാണ്. ഒരുപാട് സ്നേഹത്തോടെ, അർജുൻ. ചന്ദ്രൻ എന്ന പോലവേ 100 കിനാക്കൾ ഒളിച്ചിടും നിന്റെ ചേലും നീല കണ്ണുകൾ തുറന്നു നീ നോക്കിയ സഖി ഞാൻ ഉയർന്നു പോകും മണ്ണിൽ നിന്നു മെല്ലവേ കാതൊടാതെ നീന്തും ചന്ദ്രൻ എന്ന പോലവേ. ദൈവമേ, കാത്തോളണേ. പിന്നെ പതുക്കെ ഇതിങ്ങനെ പൊക്കി നിൽക്കുക. സൗണ്ടില്ലാതെ അകത്ത് കയറാം. മെല്ലെ 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 പോയിട്ടോ. ഞാൻ ഇവിടെ കാണും. ഉച്ചോക്കല്ലേ? അതെ, ഒരുപാട് ആലോചിച്ച് എഴുതിയതാ. സമാധാനത്തോടെ വായിച്ചിട്ട് എനിക്ക് നല്ലൊരു റിപ്ലൈ തരണം. പോട്ടെ, അല്ലെങ്കിൽ അവരെ തല്ലിക്കൊല്ലും. തുറന്നു പറയാൻ പറ്റാതെ പോയ ഒരുപാട് പ്രണയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇനി ഉത്തരം തരേണ്ടത് നീയാണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ നിത്യ.